ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പാലുകാച്ചി ചടങ്ങ് വീഡിയോ ആണ്. സൈഷേൻ്റെ കൂട്ടുകാരൻ്റെ വീടിൻ്റെ പാലുകാച്ചി ചടങ്ങാണ്. അപ്പോൾ സൈഷേനാണ് ടൈലിൻ്റെ പണിയൊക്കെ ചെയ്തത്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ പാലുകാച്ചി ചടങ്ങിന് പോവാണ്. അപ്പോൾ ചെന്നപ്പോഴാണ് നല്ല വമ്പൻ വീടായിരുന്നു. അപ്പോൾ അടിപൊളി ഒരു സൂപ്പർ വീടായിരുന്നു കേട്ടോ. അപ്പോൾ പാലുകാച്ചി കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ലേറ്റായിപ്പോയി. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഈ ചേട്ടനാണ് സൈഷേൻ്റെ ഫ്രണ്ട്. അപ്പം നമ്മൾ ഒരുമിച്ച് നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ അകത്തോട്ട് കയറുകയാണ് കേട്ടോ. അപ്പോൾ കയറി ചെല്ലുമ്പോൾ നല്ല വിശാലമായ ഹാളാണ്. അവിടെ തന്നെയാണ് പൊങ്കാലയൊക്കെ ഇട്ടതും ഹോമം നടത്തിയതൊക്കെ. പിന്നെ അവിടുന്ന് സൈഡിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ സൈഡിലൊരു റൂമുണ്ട്. അത് കഴിഞ്ഞ് ഇത് കിച്ചണാണ്. പിന്നെ പുറത്ത് സെപ്പറേറ്റ് ഒരു കിച്ചണുണ്ട്. പിന്നെ നമ്മൾ കിച്ചണിൽ നിന്ന് ഹാളിലോട്ട് കയറുകയാണ് കേട്ടോ. അപ്പോൾ കയറി വരുമ്പം തന്നെ നമ്മൾ വലത് സൈഡ് ഒരു റൂമുണ്ട്. പിന്നെ സ്റ്റെയർ കയറി നമുക്ക് മുകളിലോട്ട് പോകാം. ഹാളിൽ തന്നെ നമ്മൾ സ്റ്റെയറിലോട്ട് കയറുന്ന വഴിക്ക് നല്ല സൂപ്പർ ലൈറ്റൊക്കെ ആയിരുന്നു. സ്റ്റെപ്പ് കയറി വന്ന് ഇടത് ഭാഗത്ത് ഒരു റൂമുണ്ട്. പിന്നെ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് നടക്കുമ്പോൾ നമുക്ക് ഇടത് ഭാഗത്ത് വീണ്ടും ഒരു റൂമുണ്ട്. അത് വലിയൊരു ബെഡ്റൂമാണ്. അറ്റാച്ച്ഡൊക്കെ ഉള്ള എല്ലാ റൂമിനും അറ്റാച്ച്ഡുണ്ട്. നല്ല അടിപൊളി റൂമാണത്. ഈ ലൈറ്റിംഗ് ഒക്കെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല ഭംഗിയായിരുന്നു കാണാൻ. സൂപ്പറായിരുന്നു. ഈ ലൈറ്റ് മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ് സൈഷേടൻ പറഞ്ഞത്. എനിക്കറിയത്തില്ല. പക്ഷെ അത് നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മളിനി താഴോട്ട് പോവാണ്. ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ തന്നെ 2 പന്തലുണ്ടായിരുന്നു. ഒത്തിരി നല്ല തിരക്കായിരുന്നു. കാരണം ആ ഏരിയയിലുള്ള ഫുൾ ആളുകളുണ്ടായിരുന്നു. നല്ല വലിയൊരു പാലുകാച്ചി ചടങ്ങായിരുന്നു അത്. നിറയെ തൊടുകറികളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ.
ഇത് വാത്തക്കറി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. മീൻകറി നല്ല ഒരു ഇഞ്ചിക്കറി പോലത്തെ ടേസ്റ്റാണ്, പക്ഷെ എന്നാൽ ഇഞ്ചിക്കറി അല്ല. പിന്നെ 2 കൂട്ടം പായസം ഉണ്ടായിരുന്നു. അത് കടലപ്പായസവും പിന്നെ റവ പായസമാണ്. അപ്പോൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് റവ പായസം കഴിക്കുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എവിടെ സദ്യക്ക് പോയാലും ഞാൻ പായസത്തിൻ്റെ കൂടെ പഴം ഞെവിടി തിന്നാറാണ് പതിവ്. എനിക്കത് വലിയ ഇഷ്ടമാണ്. അങ്ങനെ വലിയൊരു അംഗം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കൈയിടാനായിട്ട് പോകണം കേട്ടോ. പിന്നെ ഇറങ്ങി വരുന്ന വഴിക്ക് തന്നെ പോപ്കോണൊക്കെ കൊടുത്തിരുന്നു. ഞങ്ങൾ പിന്നെ 2 കവർ പോപ്കോൺ മേടിച്ച് കഴിച്ചിട്ട് തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം രജി. ടാറ്റാ, ബൈ ബൈ.